ശ്രീ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന, പൊന്നുണ്ണിക്കണ്ണനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട് നമുക്ക് ചുറ്റും. നമുക്കെല്ലാവർക്കും അറിയാം, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഈശ്വരനാണ് ശ്രീ ഗുരുവായൂരപ്പൻ. ഇഷ്ടമുള്ളവരെ ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കൂട്ടോ. അതെന്തിനാണെന്നോ, നമ്മൾ കണ്ണനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ട് കണ്ണനെ വിട്ടുപോകുമോ എന്നറിയാൻ വേണ്ടിയാണ്. കള്ളക്കണ്ണൻ്റെ ഓരോ കുസൃതികൾ മാത്രമാണത്. ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് നമ്മൾ അർഹിക്കുന്നതാണെങ്കിൽ, അതുകൊണ്ട് നമുക്ക് ദോഷം ഭവിക്കില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായും നടത്തിത്തരും. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ഭഗവാന്റെ അഹസ്സ് വഴിപാടിനെ കുറിച്ചാണ്. കൃഷ്ണഗിരി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പലരും കേട്ടിട്ടുണ്ടാകും അഹസ്സ് എന്ന വഴിപാടിനെ കുറിച്ച്. പക്ഷേ അത് എന്തിനാണെന്നോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ പലർക്കും അറിയില്ല. എന്താണ് അഹസ്സ്? ആർക്കൊക്കെയാണ് ഇത് നടത്താൻ സാധിക്കുന്നത്? എന്തിനാണ് ഇത് നടത്തുന്നത്? ഇതേക്കുറിച്ച് പറയാം. നിങ്ങൾ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, പുതിയ ജോലി കിട്ടുന്നതിന്, അങ്ങനെ തൊഴിൽ സംബന്ധമായ എല്ലാ വിഷയങ്ങൾക്കും നടത്താവുന്ന ഒരു വഴിപാടാണ് അഹസ്സ്. ഇനി ജോലി ലഭിക്കുന്നതിന് മുന്നേ ആണോ, ജോലി ലഭിച്ചതിന് ശേഷമാണോ ഈ വഴിപാട് നടത്തേണ്ടത്? ജോലി ലഭിക്കുന്നതിന് മുന്നേ നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെയാകാം. ഇല്ല, അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ നടയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനെ, എനിക്കൊരു നല്ല ജോലി നേടിത്തരണേ. ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ അഹസ്സ് വഴിപാട് നടത്താം. 100% ഉറപ്പാണ് ഭഗവാൻ നിങ്ങൾക്ക് നല്ല ഒരു ജോലി നേടിത്തരും. അഹസ്സ് വഴിപാട് ജോലിക്കാര്യത്തിന് മാത്രമല്ല കേട്ടോ, കാര്യസാധ്യത്തിനും ആഗ്രഹ സബലീകരണത്തിനും ഒക്കെ ചെയ്യാവുന്ന ഒരു വഴിപാടാണ്. ഏതൊരു വഴിപാടാണ് നിങ്ങൾ നടത്താൻ തീരുമാനിക്കുമ്പോഴും വഴിപാട് നടത്തി ഭഗവാനോട് ആഗ്രഹം പറയാം. അല്ല എങ്കിൽ പ്രാർത്ഥിച്ച് വഴിപാട് നേർന്നു വയ്ക്കാം. കാരണം എല്ലാവർക്കും അത് അപ്പോൾ തന്നെ നടത്താൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ നേർന്ന വഴിപാട് നടത്താതെ ഇരിക്കരുത്. മറന്നു പോകാതിരിക്കാൻ അത് വീട്ടിൽ ആരോടെങ്കിലും കൂടി പറഞ്ഞു വെക്കുകയോ ഒരു പേപ്പറിലോ ബുക്കിലോ എഴുതി പൂജാമുറിയിൽ സൂക്ഷിക്കുകയോ ചെയ്യുക. ഇനി എന്താണ് അഹസ്സ്? ഗുരുവായൂരപ്പന് ഒരു ദിവസം 5 പൂജയാണ് ഉള്ളത്. ഈ 5 പൂജകൾക്കും 5 നിവേദ്യങ്ങൾ അഹസ്സ് സീട്ടാക്കിയ ഒരു ഭക്തന്റെ പേരിൽ നിവേദിക്കും. ഈ 5 പൂജയിലും ഈ ഭക്തന്റെ പേരിലും നാളിലും പൂജ ചെയ്യും. എല്ലാ ഭക്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിതല്ലേ. കാലത്ത് തുടങ്ങി രാത്രി വരെയുള്ള എല്ലാ പൂജകളും തൊഴുത് ആ പൂജയിൽ ഭഗവാന് സമർപ്പിച്ച പ്രസാദവും നമ്മൾ വാങ്ങി കഴിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പൂജയുടെ പ്രസാദം മാത്രം വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയല്ല ചെയ്യേണ്ടത്. അതായത് രാവിലത്തെ മലർ നിവേദ്യം കഴിഞ്ഞ് അത് വാങ്ങി വീട്ടിലേക്ക് പോവാം, ബാക്കി അവിടെ നടന്നോളും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആ 5 പൂജയും കഴിയും വരെ ആ അമ്പലത്തിൽ തന്നെ ഉണ്ടാകണം. പൂർണ്ണ മനസ്സോടെ, നിറഞ്ഞ ഭക്തിയോടെ, സമർപ്പണത്തോടെ നിങ്ങൾ ഈ വഴിപാട് നടത്തിയാൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും. അഹസ്സ് വഴിപാട് നടത്തുമ്പോൾ കിട്ടുന്ന പ്രസാദങ്ങൾ കാലത്തെ മലർ നിവേദ്യം, പാൽപായസം, കളഭം, തിരുമുടിമാല, ആടിയ എണ്ണ, ത്രിമധുരം, വെണ്ണ, പഴം, പഞ്ചസാര, അപ്പം, അട എന്നിങ്ങനെയുള്ള എല്ലാ പ്രസാദവും കിട്ടുന്നതാണ്. അപ്പം, അട എന്നീ 2 പ്രസാദങ്ങൾ രാത്രിയിലെ പൂജയ്ക്ക് ശേഷം മാത്രമാണ് കിട്ടുകയുള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്? ഇത് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാൽ, ഈ വഴിപാടിൻ്റെ റേറ്റ് വരുന്നത് 3000 രൂപയാണ്. വഴിപാട് നടത്താൻ നിങ്ങൾ ഗുരുവായൂർ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ ബുക്ക് ചെയ്യണം. ദൂരെ നിന്നും വരുന്നവർക്ക് ഓൺലൈനായും ബുക്ക് ചെയ്യാവുന്നതാണ്.
ഉദയാസ്തമയ പൂജ നടത്താൻ ഒക്കെ ഒരുപാട് പൈസ ചെലവാണ്. സാധാരണക്കാർക്ക് അത് സാധിക്കാത്തതിനാൽ ഈ പൂജ നമുക്ക് നടത്താവുന്നതാണ്. അതുമല്ല, ഉദയാസ്തമന പൂജ 2050 വരെ ബുക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. അഹസ് വഴിപാട് നടത്തിയാൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹമുള്ളോ? ഒരിക്കലുമില്ല. ആത്മസമർപ്പണത്തോടെ ഭഗവാന് സമർപ്പിക്കുന്ന ഒരു തുളസി മാലയോ ഒരു തുളസി ഇലയോ ആയാൽ പോലും ഭക്തിയോടെ ആഗ്രഹത്തോടെ ഭഗവാനോട് പറഞ്ഞാൽ നമുക്ക് അർഹിക്കുന്നതാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ ആ ആഗ്രഹം നമുക്ക് നടത്തി തന്നിരിക്കും. ഭഗവാൻ അത് സ്വീകരിക്കുകയും ചെയ്യും, നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു അഹസ് വഴിപാടിനെ കുറിച്ച് പറഞ്ഞത്, ഇത് 100% ഇതിൻ്റെ ഫലം ഉറപ്പാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.